നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊരു മുട്ട പപ്സ് തയ്യാറാക്കിയാലോ? മുട്ട പപ്സ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. പപ്സിൻ്റെ മസാല തയ്യാറാക്കാൻ 4 സവാള എടുക്കണം, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഇച്ചിരി പെരിഞ്ചീരകം മിക്സി പൊടിച്ചെടുക്കണം. ഒരു തക്കാളി വേണം. അതിന് ഇച്ചിരി മസാല തയ്യാറാക്കാൻ എണ്ണ തീയ വെച്ചിട്ട് അതിനകത്തോട്ട് സവാള ഇട്ട് വഴറ്റുക. സവാള വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിടണം. ഉപ്പിട്ട് വേഗം അല്ലെങ്കിൽ മൂടി വെച്ചാലും വേഗം. അതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിയുടെ തക്കാളി ഞാൻ മുഴുവനോടെ ഇട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് അത് അരിയാൻ മേലായിരുന്നു, അതുകൊണ്ട് മുഴുവനോടെ ഇട്ടത്. അതിന് ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി മസാല തയ്യാറായി. നമ്മൾ മുട്ട പുഴുങ്ങി വെച്ച് അതിന് ശേഷം പേസ്ട്രി ഷീറ്റ് എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഞാൻ ചതുരത്തിൽ മുറിച്ച് വെച്ച് അതിലോട്ട് മസാല എടുത്ത് വെച്ച് മുട്ടയും എടുത്ത് വെച്ച് അത് കവർ ചെയ്യുക. കവർ ചെയ്തതിൻ്റെ വശത്ത് ഞാൻ പാലാണ് പുരട്ടുന്നത്. അതിന് മുട്ടവെള്ള ചിലർ പുരട്ടും, ഞാൻ പാലാണ് പുരട്ടിയത്. ഈ സമയത്ത് അവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീ ഹീറ്റ് ചെയ്യാം, 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഷീറ്റ് 4 മടക്കിയ ഷീറ്റിൽ ഞാൻ എല്ലാം മുട്ട വെച്ച് ഫില്ല് ചെയ്ത് വെക്കുവാണ്. കഴിഞ്ഞിട്ട് ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് ഷീറ്റ് വെച്ച് അതിൽ എല്ലാ പപ്സും എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ പാല് ബ്രഷും കൊണ്ട് പാല് തേച്ച് വെച്ചു. അതിന് ശേഷം 20 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ അവനിൽ വെക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്ന് നോക്കണം. 20 മിനിറ്റ് വേണം വേകാൻ. 5 മിനിറ്റ് ഇനി അത് ഓവന് വ്യത്യാസം ഉള്ളതുകൊണ്ട് നല്ല കരിഞ്ഞു പോയാലോ എന്നോർത്താണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ലതാണ് അറിയാൻ. ഇത് നല്ല സൂപ്പർ ആണ്, നോക്കിക്കേ, നല്ലതല്ലേ? നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് മണ്ണ് പോയല്ലോ. ഓക്കെ, നല്ല